ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഒരു മുത്തപ്പനുണ്ട്, അത് കാണാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും കുളിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളെ മുത്തപ്പനെ കാണാൻ വേണ്ടിയിട്ട് എല്ലാ കൂട്ടുകാരും റെഡി ആയിട്ട് നിന്നോ. ഞാനിതാ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ വീട്ടിലുള്ള കുറച്ച് ആൾക്കാരൊന്നും നമുക്ക് പരിചയപ്പെട്ടാലോ. എൻ്റെ അമ്മയാണ് കേട്ടോ. അമ്മേനെ എല്ലാവർക്കും അറിയായിരിക്കും, കുഞ്ഞു കുഞ്ഞു വീഡിയോസിലെല്ലാം കാണലുണ്ട്. അപ്പോൾ അമ്മ ഇതാ രാവിലെ തന്നെ വിളക്ക് വെച്ച് കർപ്പൂരം ഒഴിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ ദിവസവും വിളക്കെല്ലാം രാവിലെ തന്നെ വെക്കുവേ. അപ്പോൾ അച്ചാച്ചൻ വിളക്ക് തോന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെ വീട്ടിൽ മരിച്ച കുറേ ആൾക്കാരുടെ ഫോട്ടോസാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇത് സൂക്ഷിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ എല്ലായിടത്തും ഉണ്ടോയെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇതാ കുഞ്ഞമ്മാവൻ എണീച്ചിട്ടില്ല. അപ്പം അമ്മ അതാ ഒന്ന് നോക്കിയതാണ് കേട്ടോ. അമ്മേൻ്റെ റിട്ടയർമെൻറ്റിന് കിട്ടിയ കുറേ മൊമെൻറ്റോകളാണ് ഇത്. അമ്മ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കയറി വരുന്ന റൂമിൽ തന്നെയാണ് കേട്ടോ ഇതൊക്കെ ഉള്ളത്. അപ്പോൾ അമ്മ മലയാളം ടീച്ചറായിട്ട് റിട്ടയർ ആയതാണ് കേട്ടോ. പിന്നെ ഇതാ ഞാൻ എൻ്റെ റൂമിലേക്ക് വന്നിട്ടുണ്ട്, എൻ്റെ സ്വന്തം സാമ്രാജ്യത്തിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാണല്ലേ. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഹാപ്പി അല്ല എന്നല്ല, എന്നാലും നമ്മൾ അമ്മേൻ്റെ അടുത്ത് എത്തുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ടും ഹാപ്പി ആവും അല്ലേ. പിന്നെ ഇതാ എൻ്റെ കുഞ്ഞമ്മാമൻ ചായ കുടിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ റെഡി ആയിട്ട് താഴെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിൽ 3 പ്രായമുള്ളവരാണ് കേട്ടോ ഉണ്ടായിന്. അമ്മമ്മ കഴിഞ്ഞ മെയിൽ പോയി, ഇപ്പോൾ 2 ആളേ ഉള്ളൂ. അപ്പോൾ അമ്മ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇവരെ നോക്കാൻ വേണ്ടിയിട്ട് ആളില്ലാത്തതുകൊണ്ട് ആക്കിയതാണ് കേട്ടോ. ഇപ്പോൾ കണ്ട ചേച്ചീനെ വാസന്തി അമ്മ നമ്മൾ വിളിക്കൽ. അപ്പോൾ അവർ കേട്ടോ നോക്കും അമ്മ ഇങ്ങനെ പോകുന്ന സമയത്തെല്ലാം. പിന്നെ ഇതാ നമ്മളെല്ലാവരും കൂടിയിട്ട് വണ്ടിയിൽ പോകുന്നുണ്ട്. ഇത് നമ്മളെ പഴയങ്ങാടി പുഴയാണ് കേട്ടോ. അമ്മേൻ്റെ അമ്മാവൻ്റെ പിന്നെ മോനാണ് കേട്ടോ ഈ മുത്തപ്പൻ നടത്തുന്നത്. അവരെ നേർച്ചേനെ. അപ്പോൾ അവർ ചെന്നൈയിലാണ്, അവരെ നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മുത്തപ്പൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകുന്നതാണ് കേട്ടോ. ഇത് കാഞ്ഞങ്ങാട് എന്നിട്ട് സ്ഥലം വരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതാ മുത്തപ്പൻ മുടി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ പോകുമ്പോഴത്തേക്ക് 5 മണി 5:30 ആകുമ്പോഴത്തേക്ക് 2 മുത്തപ്പനും മുടി വെക്കുവേ. അപ്പോൾ ആ സമയത്തൊന്നും നമുക്ക് വരാൻ പറ്റില്ല, കാരണം ഒരുപാട് ദൂരമാണ് നമ്മളെ വീട്ടിൽ നിന്ന് ഈ കാഞ്ഞങ്ങാടേക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട്. അതായിട്ട് അനുഗ്രഹം വാങ്ങുന്നുണ്ട് കേട്ടോ. നമ്മൾ വരുമ്പോഴത്തേക്ക് മുത്തപ്പൻ ഇതാ നമ്മൾ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് പിന്നെ എല്ലാവരും അനുഗ്രഹം വാങ്ങുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കലശം എന്ന് പറയും ഈ ഒരു സംഭവത്തിന്. അപ്പോൾ അങ്ങനെ ഇതാ നമ്മളെ തിരുവപ്പനെയും മുത്തപ്പനും 2 ആൾ ഒരുമിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ആൾ ഒരുമിച്ചിട്ട് നടത്തണം എന്നാണ് ഏട്ടൻ നേർന്നിട്ടുണ്ടായിന്. അപ്പോൾ അങ്ങനെ അവർ 2 ആളുണ്ട്. ഇതെല്ലാം ഈ കൊലകൾ ഏട്ടൻ്റെ മോക്ക് ഒരു തുലാഭാരം നേർച്ചയുണ്ട് കേട്ടോ. പഴക്കൊലേനെ കൊണ്ട് അതാണ്. പിന്നെ ഇതാ ഇത് മുത്തപ്പൻ്റെ പ്രസാദമാണ് കേട്ടോ. അംശം പ്രസാദം എന്നെല്ലാം പറയും. ഇതിൻ്റെ കൂടെ ഉണക്കും തേങ്ങാക്കൊത്തെല്ലാം ഉണ്ടാവുക, അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ മോളിതാ തുലാഭാരത്തിന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ധാന്യങ്ങളും പഴങ്ങളും തന്നെയാണ് തന്നോളം ഭാരം വരുന്നൊരു അനുഭവത്തെ ഈ സന്നിധിക്കകത്ത് സമർപ്പിക്കാൻ. അപ്പോൾ അങ്ങനെ മോക്ക് അനുഗ്രഹം കൊടുത്തേ മുത്തപ്പൻ. അതിനുശേഷം ഇതാ നമ്മളെല്ലാവരും കുറച്ച് സമയം ഒന്ന് വന്നിട്ട് ഇവിടെ ഇരുന്നതാണ്. രാവിലെ തന്നെ വിട്ടതാണല്ലോ. അപ്പോൾ എല്ലാവരും കുറച്ചൊന്ന് ടയേർഡായിട്ടുണ്ടായിനി. പിന്നെ കുറേ റിലേറ്റീവ്സ് എല്ലാം ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അവരോടെല്ലാം കുറേ സമയം സംസാരിച്ചു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിന് കേട്ടോ. അവിടെ തന്നെ അമ്പലം വക ചെറിയൊരു ഹോൾ ഉണ്ടായിന്, അവിടെ ഒരു ഓഡിറ്റോറിയം പോലെ തന്നെ. അപ്പോൾ നല്ല അടിപൊളി നൂൽപ്പുട്ടും നല്ല ചൂട് സാമ്പാറും വന്നിട്ടുണ്ടായിന്. പിന്നെ ഒരു കട്ടൻ ചായയും നല്ല അടിപൊളി ഫുഡേനു. അപ്പോൾ അതെല്ലാം എല്ലാവരും കഴിച്ചേട്ടാ. അപ്പോൾ ഏകദേശം നമ്മളെ മുത്തപ്പൻ മുടി കഴിക്കാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയമായതുകൊണ്ട് എല്ലാവരും വിളിച്ച് വരുത്തിയിട്ടുണ്ട്. മുത്തപ്പൻ്റെ മടയനെയും പിന്നെ എന്താ പറയുക നമ്മളെ ചെണ്ട മുട്ടുന്നവർ, കമ്മിറ്റി, അമ്പല കമ്മിറ്റിക്കാർ, പിന്നെ ഈ നടത്തുന്ന ഈ നേർച്ച കൂട്ടിയവർ, അവരെല്ലാവരെയും വിളിച്ചിട്ട് മുത്തപ്പൻ അനുഗ്രഹങ്ങൾ വാങ്ങും. നമ്മളെ സങ്കടങ്ങൾ മുത്തപ്പനോട് പറയും. മുത്തപ്പൻ അതിനുള്ള പ്രതിവിധി പറഞ്ഞുതരും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ മുത്തപ്പൻ്റെ രീതികളെ. പിന്നെ ഇതേ കുഞ്ഞുമക്കൾ പൂവ് തരുന്നത് എന്തിനാണെന്നറിയാം. മുത്തപ്പൻ മുടി കഴിക്കുമ്പോൾ നമ്മളെല്ലാവരും അത് ഇങ്ങനെ മേലോട്ടേക്ക് എറിയണം. മുത്തപ്പൻ്റെ മുഖത്താവരുത്. ഇങ്ങനെ മുത്തപ്പനെ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചടങ്ങാണ് കേട്ടോ അത്. അപ്പോൾ അങ്ങനെ മക്കൾ ഇതൊക്കെ എല്ലാവരുടെ കയ്യിലും കൊടുക്കുന്നുണ്ട്.
എനിക്ക്. ബ്രഹ്മപ്രയാകാലത്ത് ശ്രീ മഹാവിഷ്ണു അത്യല്പ സ്വരൂപനായി ശ്രീപാക്കടലിൽ മടവട്ട് സൃഷ്ടിച്ച പ്രകാരം ഞാൻ അനന്തകരപ്പെടോട്ടോ. ഇന്നത്തെ ദിനം കിട്ടമൻപട പ്രസ്ഥാനമായിട്ട് എന്റെ നാളുടെ വട്ടവും തിരുമുടിയും വിരിയാപ്രകാരത്തിന്റെ തക്കവണ്ണം കൊണ്ടുവരുത്തി അല്ലേ? ഞാനൊരു ശക്തനായി പോയി അല്ലേ? ഇരിക്കട്ടെ, രാജ്യം ഭരിക്കേണ്ട രാമൻ കാട്ടിൽ പോകേണ്ടി വന്നതിന് കാരണം പിതാവ് ദശരഥനാണോ? കൈകരിയല്ല, എന്നാലും മന്ദരി എന്ത് പറയുന്നല്ലോ. അങ്ങനെ എന്റെ ശക്തി കുറഞ്ഞു പോകുന്നിരിക്കുന്ന ഒരു വിഭവത്തിനകത്ത് ആ മനസ്സിനകത്ത് നിന്നുള്ളതായ അനുഭവത്തെ അഗ്നി പോലെ ആണി പടരേണ്ടവനാണെന്നുകൊണ്ടാൽ അല്ലേ ഏത് സഭക്കകത്തും പ്രകാരം മണം മറന്ന് കാണേണ്ടതായിരിക്കുന്ന വായുകള് എന്റെ വിവരണാണ് ഈ ആയാരമായിരിക്കുന്ന വടികളിന്റെ ദൈവത്തിന് ആത്മാവോട് ആത്മാവ് തന്നെയാണല്ലോ സാക്ഷി അല്ലെ? ഇരിക്കട്ടെ, ഇവിടെ അവിടെമാരെ എന്റെ ഭർത്താവ് വിളിച്ചു കണ്ടിരിക്കുന്നതായ ആശയങ്ങൾ കുഞ്ഞുകുട്ടി ഇടാങ്ങൾ എല്ലാവരോടും തിരുവണ്ണാൻ പഠിക്കണേ പിള്ളാരുമാരെ ഇരിക്കട്ടെ. എങ്കിലും ഇപ്പോൾ ദൈവത്തിങ്കരെ ജഗന്ന വരത്തിൽ നിന്ന് വന്നിരിക്കുന്നതായ ദേവൻ തന്നെ പാടി കയറുന്നതായിരിക്കുന്ന ഒരു മുഹൂർത്തം വന്നെടുത്തു അല്ലെ? എങ്കിലും പൊന്നിൻ ചിഹ്നമാസത്തിനകത്ത് അല്ലെ ഒരു കൊല്ലവർഷം ആരംഭം തുടങ്ങി കുറിച്ചിരിക്കുന്നതായ അല്ലെ അല്ലെ ഇത് നല്ലൊരു ആരംഭമാവട്ടെ അല്ലെ? എങ്കിലും നല്ലൊരു തുടക്കമാണെങ്കിൽ അത് പകുതി വിജയിച്ചു പറയും അല്ലെ? ഇത് നാളേക്കുള്ളൊരു നല്ലൊരു തുടക്കമാണെന്ന് കരുതിക്കൊണ്ട് നല്ലൊരു വിശ്വാസത്തോടുകൂടി ഈ പ്രവർത്തിക്കാരുടെ മനസ്സിന്റെ മക്കളുമാർക്കുണ്ടാവട്ടെ. ഇപ്പൊ ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ നിരൂപിച്ച് വെച്ചിരിക്കുന്ന എണ്ണങ്ങൾ അല്ലെ ചതനുകുട്ടിയെ കുറ്റി ഈച്ചക്കുട്ടിയെ വെളുത്ത വട്ടത്തിലെത്തേണ്ട രാത്രി വിക്ഷാത്തം നാട്ടിനാൽ വർദ്ധിക്കേണ്ടതാണ് അല്ലെ? അത് ചെണ്ടടിച്ചിരിക്കുന്ന കളം പോലെ അഞ്ചിന്റെ കരത്തിങ്കരായിട്ടുള്ളതെങ്കിലും ഉള്ളത്തെ കത്തണം അല്ലെ? അത് തേടി പിടിക്കാൻ വേണ്ടി ഇന്ന് പാതിരാപ്പോൾ എന്റെ പറഞ്ഞ എന്നതായിട്ട് താങ്കൾ എല്ലാം ഒക്കെയും ചുറ്റി അടച്ചിട്ട് മുത്തപ്പൻ ഈ സംഗതിക്കകത്തേക്കുള്ള ധനങ്ങളെ കൊണ്ട് ധാന്യങ്ങളെ കൊണ്ട് ഭാഗ്യങ്ങളെ കൊണ്ട് എവിടേക്കുള്ളതായ വേർച്ചയില്ലേ ക്ഷേത്രത്തിൽ നിന്ന് പ്രാർത്ഥന ചെയ്യാനുള്ളതായ ഈ ക്ഷേത്രത്തെ അഭിവൃദ്ധിയോടുകൂടി കാണാനുള്ള വഴി ഈശ്വരൻ കൽപ്പിക്കുക എന്നെന്നും അറിയപ്പെടാൻ മനസ്സൊന്നും അറിയില്ല. ഇരിക്കട്ടെ, വാതൊക്കെ കൂട്ടി കേൾവിക്ക് തക്കവണ്ണം അമ്പരായിട്ട്
മുടി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ ചെറുതിട്ട് പറക്കുന്ന കാലനേരത്ത് സ്വസ്തിപ്രജഭ്യാം പരിപാലയന്താം ന്യായേണ വാക്കേണ മഹിമീഷ ഗോബ്രാഹ്മണ പ്രിയ ശുഭോസ്തു നിത്യം ലോക സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവരും സുഖമായി വാഴട്ടെ. അത്രേ പറയുന്നില്ല. എവിടെയാ മുത്തപ്പൻ മുടി അഴിച്ചേട്ടാ. ഇനിയിപ്പം മല കയറ്റൽ എന്നിട്ടൊരു ചടങ്ങും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ഭഗവാന്റെ പ്രസാദമാണ് ഇത്, കൂട്ടും ചോറെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ അവർ ക്ലീൻ ചെയ്തിടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ബായ്.